എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നു മുതൽ എൻ്റെ പേരക്കുട്ടിക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഈ രീതിയിലാണ് എൻ്റെ കഥ റെക്കോർഡ് ചെയ്യുന്നത്. വോയിസ് റെക്കോർഡായിട്ടാണ്. എന്നെ സപ്പോർട്ട് ചെയ്തവരെല്ലാം ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ കഥ കേൾക്കണം. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മൃഗമാണ് ആന, അല്ലേ? എല്ലാവരും എത്ര കണ്ടാലും ആനയെ കണ്ടാൽ കൗതുകത്തോടെ ഒന്ന് നോക്കി നിന്ന് പോകും. അങ്ങനെ ഒരു ആനയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരാൾ ആനക്കോട്ടയിലൂടെ നടക്കുകയായിരുന്നു. അവിടെ ധാരാളം ആനകളുണ്ട്. ചെറിയ ആനകൾ മുതൽ വലിയ ആനകൾ വരെ ധാരാളം ആനകളുണ്ട്. അവിടെ ചെന്ന് കണ്ടപ്പോൾ അയാൾക്ക് വളരെ അത്ഭുതം തോന്നി. അയാൾ വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. കാരണം എന്താണെന്ന് അറിയണ്ടേ? അവിടെ ആനകളെ കൂട്ടിലിടുകയോ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ആനയെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടില്ല, കൂട്ടിലിട്ടിട്ടില്ല. അവിടെ നിന്ന് അവ പുറത്ത് പോകാതിരിക്കാൻ ഒരു ചെറിയ കയറുകൊണ്ട് ഒരു കാലിൽ ബന്ധിച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അയാൾക്കതുകൊണ്ട് അത്ഭുതം തോന്നി, അല്പം ഭയവും തോന്നി. കാരണം ആ ആനയെങ്ങാനും കയറ് പൊട്ടിച്ചിട്ട് വന്നാലോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഈ ആനകൾ ചെറിയ കയറ് പൊട്ടിക്കാൻ പോലും ശ്രമിക്കാത്തതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. അവയ്ക്ക് അതിന് എളുപ്പം കഴിയുമായിരുന്നു. ഇത്രയും ചെറിയ ഒരു കയറ് പൊട്ടിക്കാനാണോ ആനയ്ക്ക് പ്രയാസം? അതെന്താ ആനകൾ കയറ് പൊട്ടിക്കാതെ നിൽക്കുന്നത്? അവ അങ്ങനെയൊന്നും ചെയ്യുന്നേയില്ലല്ലോ. അതിന് കാരണം അറിയണമെന്ന് അയാൾക്ക് തോന്നി. ആനകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടത്താതെ നിൽക്കുന്നത് കണ്ട് അയാൾ ആനകളെയൊക്കെ പരിശീലിപ്പിക്കുന്ന ആളിൻ്റെ അടുക്കൽ ചെന്നു. അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ട്. ആ പരിശീലകൻ ചോദിച്ചു, എന്താ, എന്നോടാണോ? അതെ, എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ, എനിക്കറിയാവുന്നതാണെങ്കിൽ പറയാം. ഉടനെ അദ്ദേഹം ചോദിച്ചു, ഈ ആനകളെ എന്താ ചങ്ങലയ്ക്ക് വിടാതെ കൂട്ടിലൊന്നും വിടാതെ ഒരു ചെറിയ കയറ് കഷ്ണം കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്? അപ്പം ആ പരിശീലകൻ മറുപടി പറഞ്ഞു, ആന കുഞ്ഞായിരുന്നത് മുതൽ ഇതേ വലിപ്പത്തിലുള്ള കയറിലാണ് ബന്ധിച്ചിരുന്നത്. ഈ കയറ് പൊട്ടിക്കാൻ ആനയ്ക്ക് നിഷ്പ്രയാസം കഴിയുമല്ലോ, എന്നിട്ടെന്താ അവ അത് പൊട്ടിച്ച് ഇറങ്ങാത്തത്? ഉടനെ അയാൾ പറഞ്ഞു, ആ പ്രായത്തിലെ അവയെ തളയ്ക്കാൻ ഇത്രയും ചെറിയ കയറ് മതിയായിരുന്നു. പക്ഷേ വളർന്നപ്പോഴും അവയുടെ വിചാരം കയറ് പൊട്ടിക്കാൻ തങ്ങളെ കൊണ്ടാവില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ പൊട്ടിക്കാനുള്ള ശ്രമവും അവ നടത്തത്തില്ല. തന്നെ കൊണ്ട് സാധിക്കുന്നില്ലെന്നുള്ള ഒരു വിശ്വാസം കുറേ കാലമായി ആ ആനയുടെ മനസ്സിൽ. ഈ കെട്ടിയിരിക്കുന്ന ആനകളെല്ലാം അങ്ങനെ ചെറിയ കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. കൊച്ചു ആനയായിരുന്നപ്പോൾ കെട്ടിയിരിക്കുന്ന അതേ വണ്ണമുള്ള കയറുകൊണ്ടാണ് വലുതായപ്പോഴും ഈ വലിയ ആനകളെ എല്ലാം ബന്ധിച്ചിരിക്കുന്നത്. പറഞ്ഞു, കുറേ കാലമായിട്ട് അവരുടെ മനസ്സിൽ തങ്ങൾക്കിത് പൊട്ടിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല, തങ്ങൾക്കിത് പൊട്ടിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിചാരം അവയുടെ മനസ്സിൽ ഉറച്ചു നിൽപ്പുണ്ട്. ആ വിശ്വാസത്തിൽ നിന്ന് അവ പുറത്തേക്ക് വരുന്നിട്ടില്ല. അവർ അങ്ങനെയുള്ള വിശ്വാസത്തിലിരിക്കുകയാണ് അവർ. ഇതുപോലെ അപ്പോൾ അതാണ് നമുക്ക് ഒരു ഗുണപാഠം. അതാണ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവയ്ക്ക് യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മൾ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളുണ്ടല്ലോ, അത് മാറ്റിയില്ലെങ്കിൽ അവ സ്വയം നമുക്ക് നിറവേറ്റപ്പെടുന്ന പ്രവചനമായിട്ട് ഭവിക്കും. നമ്മളെ സ്വയം അടിച്ചേൽപ്പിക്കുന്ന ആ പരിമിതികളുടെ ബന്ധം പൊട്ടിച്ച് പുറത്തു കിടക്കാൻ നമുക്ക് ആകാതെ പോവുകയും ചെയ്യും. ചില വിശ്വാസങ്ങളുണ്ട്, ആ വിശ്വാസങ്ങളെ ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും. ആ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായിരിക്കാം. അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന പോരാ. കാലത്തിനനുസരിച്ച് ചില വിശ്വാസങ്ങളെ നമുക്ക് മാറേണ്ടത് തന്നെയാണ്, അവ മാറ്റി പുറത്ത് വരേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മളത് ചെയ്യാതിരുന്നാൽ ഇതുപോലെ ആനയുടെയും കയറിൻ്റെ പോലെ ഇരിക്കും. ആനയെ ആ ചെറിയ കയറ് കൊണ്ട്, കുഞ്ഞാനയായിരുന്നപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയ കയറ് കൊണ്ടാണ് കെട്ടിയിരുന്നത്. ഇപ്പോഴും അതിൻ്റെ വിചാരം ആ ബന്ധനത്തിൽ നിന്ന് തനിക്ക് മുക്തനാകാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിചാരം കൊണ്ട് അതിനത് ശ്രമിക്കുന്ന പോലുമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസവും യാഥാർത്ഥ്യവും വ്യത്യസ്തങ്ങളായ രണ്ട് കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് പരിമിതികൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പരിമിതികളുണ്ട്. അത് സൃഷ്ടിക്കുന്ന വിശ്വാസങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന, അവിടെ അപകടമാണ് എന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ പിന്നീട് വരുന്നവരെല്ലാം അത് കേട്ട് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, അത് അപകടമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവിടെ കാര്യം നിസ്സാരമായിരിക്കും, ഒന്നുമില്ലായിരിക്കും. ആരെങ്കിലും ആ വിശ്വാസത്തെ മറികടന്നുകൊണ്ട് അവിടെ എത്തുമ്പോഴാണ് സംഗതി അറിയുന്നത് അവിടെ ഒന്നും ഇല്ല.
കുഴപ്പമില്ല പോകാമെന്ന്. പക്ഷേ പലരും ആ വിശ്വാസത്തെ മറികടക്കാൻ ധൈര്യമില്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ചില വിശ്വാസങ്ങളെ മറികടന്ന് പോയാലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്ന്. അതിനൊരു കഥ പറയുന്നുണ്ട്. പണ്ട് ഒരാൾ ഒരു പൂജകളൊക്കെ നടത്തുന്ന ഒരു തിരുമേനി, അദ്ദേഹത്തിന് ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ശല്യം, പൂച്ച വന്ന് ഭയങ്കര ശല്യം ചെയ്യുക. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പരിചാരകനോട് പറഞ്ഞു, നോക്കൂ, ആ പൂച്ചയെ വന്ന് ഒരു കൊട്ട വെച്ച് അടച്ചിടൂ, ഈ പൂജ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ആ പൂച്ച ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുക. ഉടനെ ആ പരിചാരകൻ ഒരു കൊട്ടയെടുത്ത് അടച്ച് ആ പൂച്ചയെ അവിടെ ഇട്ടു. ആ പൂജ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ പിന്നീട് പൂജ ചെയ്യാൻ വരുന്നവരും കാണുന്നവരുടെ എല്ലാം വിശ്വാസം ഒരു പൂച്ചയെ കൂടെ വേണം ഈ പൂജ ചെയ്യാൻ. കണ്ടില്ലേ, ആ പൂജാരി പൂച്ചയെ കൊട്ട വെച്ച് അടച്ചിട്ട് ആണ് പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് പൂച്ച ആ വീട്ടിലില്ലെങ്കിൽ പോലും എവിടുന്നെങ്കിലും പൂച്ചയെ പിടിച്ചുകൊണ്ട് വന്ന് ഇവർ ഈ പൂജ ചെയ്യുന്ന സ്ഥലത്ത് കൊട്ട വെച്ച് അടച്ചിടുന്ന ഒരു ഇതായി. കാരണം ഓരോ വിശ്വാസമാണ്. ആ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാനോ അതെങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ആ പൂച്ചയെ കൊട്ടയിൽ അടച്ചിടേണ്ടി വന്നത് എന്നൊന്നും മനസ്സിലാക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ല. പണ്ട് ചെയ്തു, അത് കണ്ടു, ആ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചില വിശ്വാസങ്ങളെ മറികടന്ന് മുന്നോട്ട് വരേണ്ടി വരും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ പരിമിതികൾ സൃഷ്ടിക്കുന്ന വിശ്വാസങ്ങളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത് ഈ ആനയുടെ കയറിൻ്റെയും കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ആനയൊക്കെയുള്ള ആ വിശ്വാസം, മനസ്സിലുറച്ചിരുന്ന വിശ്വാസം, തനിക്ക് ഈ കയറ് പൊട്ടിക്കാൻ പറ്റത്തില്ല, താൻ ഈ കയറിൽ നിന്ന് ഒരിക്കലും മുക്തനാകാനൊക്കെ. അതുകൊണ്ട് പിന്നീട് അത് ശ്രമിച്ചിട്ട് പോലുമില്ല. അതിനുവേണ്ടി ഒരു പ്രയത്നം നടത്തിയാലല്ലേ പറ്റും. പ്രയത്നം നടത്തിയിട്ടില്ല. വലുതായപ്പോഴും ആനയുടെ വിശ്വാസം തനിക്ക് ഈ കയറ് പൊട്ടിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെയാണ് മനുഷ്യരുടെയും ചിലപ്പോഴുള്ളിലുള്ള വിശ്വാസങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കഥയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ പഴയ പോലെയുള്ള സപ്പോർട്ട് എനിക്കുണ്ടാകണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വീണ്ടും അടുത്ത ഒരു കഥയുമായി നമുക്ക് കാണാം. നമസ്കാരം.